തേങ്ങ ഇങ്ങനെ ഉരുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതൊരു കനച്ച തേങ്ങയായിരുന്നു. അത് നല്ല കുറച്ചെണ്ണ കിട്ടി. ഇന്ന് തേങ്ങ പൊതിച്ചപ്പോൾ ഒരു കിളിച്ച തേങ്ങയായിരുന്നു. പൊങ്ങെന്നും ഞൊങ്ങെന്നൊക്കെ പറയും. അപ്പം അത് പിന്നെ തേങ്ങ ഒന്നിനും കൊള്ളില്ലല്ലോ. അപ്പോൾ ഞാനത് എന്ത് കാട്ടി, അത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ. അതിൻ്റെ പൊങ്ങെല്ലാം ഞങ്ങൾ കഴിച്ചു, നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയെടുത്ത് നമുക്കിതിൽ എത്ര എണ്ണ കിട്ടുമെന്ന് നോക്കാം. കറിക്കൊന്നും ആരും എടുക്കത്തില്ലല്ലോ, വലിച്ചെറിയണ്ടെന്ന് വിചാരിച്ചാലതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്, നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വിറകുണ്ട്, അതുകൊണ്ട് അടുപ്പിൽ ഇച്ചിരി വെള്ളം കൂട്ടിയങ്ങ് വെച്ച്, അല്ലാതെ നമുക്കത് അരച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിയുമ്പം തേങ്ങ ഈ പാലും അടിക്ക് വെള്ളമായിട്ട് തിരിയും. അപ്പോൾ നമുക്ക് ആ മേളിൽ നിന്ന് എടുത്ത് ഉരുക്കിയാൽ മതി. ഇതിപ്പോൾ വിറകുണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് അടുപ്പിൽ വെക്കുക. ആദ്യം കുറച്ച് നല്ല തീ ഇടാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറയ്ക്കണം. അങ്ങനെ തിളച്ച് ശരിയായിക്കൊണ്ടിരിക്കുന്നു. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി. ഇതൊരു പുതിയ ചട്ടിയായിരുന്നു. ഈ ചട്ടിയിൽ വെച്ചത് എണ്ണ അത് മൊത്തം കുടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നേരെ തെളിയുന്നുണ്ട്, നോക്കാം നമുക്ക് എത്ര കിട്ടുമെന്ന്. ചെറു തീയിൽ നമ്മുടെ എണ്ണ ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ചെറിയ തീയിലാവും. ചട്ടി നല്ല കുടി കുടിക്കുന്നുണ്ടെന്ന് തോന്നുന്നെണ്ണ. ആ പണ്ടാള ചട്ടി എൻ്റെ എണ്ണ എല്ലാം കുടിച്ച്. ഞാൻ ഇപ്പോൾ ചെറിയ ചട്ടിയിലോട്ട് മാറ്റി ഗ്യാസിലോട്ട് കൊണ്ടുവച്ച് എൻ്റെ എണ്ണ എല്ലാം അത് കുടിച്ച്. കുഴപ്പമില്ല, ഇത്ര എണ്ണ കിട്ടി. പുതിയ ചട്ടിയല്ലായിരുന്നെങ്കിൽ കുറേയൂടെ കിട്ടിയേനെ. 50 ഗ്രാം കൂടുതലുണ്ട്. പിന്നെ അതിൻ്റെ ഇത്രയും കൊന്തും കിട്ടി. ഇത് കഴിക്കാൻ നല്ലതാണ്, വയറ്റിൽ നിന്നൊക്കെ പോവും. അങ്ങനെ ഇത്ര എണ്ണ കിട്ടി. കളയുന്ന തേങ്ങയിൽ നിന്ന് ഇത്ര എണ്ണ കിട്ടി. 2-3 ദിവസം കടുക് കളിക്കാനുണ്ട്.